ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം മാറിട്ടോ. ലാസ്റ്റ് ഒരു അരമണിക്കൂർ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ്. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോളിവുഡിലൊക്കെ. ശരി, ഇന്ത്യൻ സിനിമയിൽ ഒരു ഹോളിവുഡ് ടച്ചിലൊക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റിയ പടങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഒരു നല്ല മാറ്റമുണ്ട്. നല്ല ക്ലാസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഫൈറ്റും സംഭവങ്ങളും ഇതൊന്നുമല്ല, നല്ല ക്ലാസ് ആയിട്ട് ആ സെക്കൻഡ് ഹാഫ് ഒരു അവസാനത്തെ ഒരു അരമണിക്കൂർ മതി. ആ ഒരു കൽക്കി യൂണിവേഴ്സിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഇനി അടുത്ത പാട്ടിൽ നോക്കാം. എന്തായാലും രസമുണ്ട്, ഒരു ബോറടിപ്പിച്ചിട്ടില്ല. ഒന്നും പറയണ്ട, തകർത്ത് വാരിട്ടോ. ഒരു ഫസ്റ്റ് സീനിലെ ഒരു മഹാഭാരത യുദ്ധം കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയ അത്ഭുതമാണ്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ കഴിഞ്ഞ് പടം വേറെ ലെവലാവുക എന്ന് വെച്ചാൽ എല്ലാവരും ഇത് അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ തകർത്ത് വാരി പടം എന്ന് വെച്ചാൽ അത്ഭുതം. ഇതുപോലെ അത്ഭുതം കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്റർവെല്ലിൽ കഴിഞ്ഞ് ഇന്ത്യൻ സിനിമയുടെ ഇതുപോലെ എന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മേക്കിങ്ങാണ്. തകർത്ത് വിട്ട അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. തകർപ്പൻ, ഒന്നും പറയാനില്ല. യൂണിവേഴ്സ് തന്നെയാണ് വന്നത്. ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ മൂവി ആയിട്ട് തന്നെ എന്തായാലും മാറും. പിന്നെ കുറേ ക്യാമറസ് ഉണ്ട്, ഫുൾ സസ്പെൻസ് ആണ് അവിടെ. കുറേ സസ്പെൻസ് ഉണ്ട്, അടിപൊളിയാണ്. VFX ഒക്കെ അടിപൊളിയാണ്. പിന്നെന്താണ്, എല്ലാം നമ്മളിങ്ങനെ അമേസ്ഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അടിപൊളിയാണ്. പിന്നെ കുറേ പടത്തിൻ്റെ റെഫറൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്താ, നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ ആകെ നമ്മളെന്തോ വിസ്മയിച്ച് പോകുന്നതല്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത പോലത്തെ ഒരു മേക്കിങ്ങും ഗംഭീര പരിപാടി. ഇപ്പം നമ്മൾ പ്രഭാസിൻ്റെ സിനിമകൾ എപ്പോഴും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുള്ളി ഒരുപാട് ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ പ്രകടനം മാത്രമല്ല, നമുക്ക് അമിതാഭ് ബച്ചനാണെങ്കിലും ശോഭനയുടെ പ്രകടനമാണെങ്കിലും എന്താണ് DQ കുറച്ച് സീനിലുള്ളെങ്കിലും പുള്ളിയുടെ പ്രകടനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. നമ്മൾ ശരിക്കും തിയേറ്ററിൽ എന്താ പറയുക, നമ്മളതൊരു വല്ലാത്തൊരു അത്ഭുതത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയ ഒരു പ്രതീതിയാണ് ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. ദീപിക പാദുക്കോൺ നമുക്ക് ഓരോരുത്തരും എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ട് മേക്ക് ചെയ്ത ഒരു കണ്ണഞ്ചി പിടിക്കുന്ന പ്രകടനം. അമിതാഭ് ബച്ചൻ, ദുൽഖർ കളിക്കാൻ വയ്യ. കമലഹാസൻ ലാസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ തെറിച്ചത്. ആദ്യം സങ്കടമായി, ആ പെണ്ണ് ഗർഭമായിട്ട് വന്നത് ആകെ സങ്കടമായി. പക്ഷെ ലാസ്റ്റ് ആ ഇവൻ വന്നത്, ആ ഇതിലത്തെ നടൻ, പ്രവാസിലത്തെ നട ഒന്നും പറഞ്ഞു എടുക്കാത്തി. ഇത് അതല്ല, ലാസ്റ്റ് റോമ വന്നത്. ഇതധികം ഇങ്ങനെ വേണ്ടേന്നില്ല, കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണ്ടേന് ലാസ്റ്റ് മൂമെന്റ്. ഇത് ശരിക്കും കളിക്ക്